നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കമലേശ്വരത്ത് വീട്ടിനുള്ളിൽ അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മകളുടെ ഭർത്താവ് BM ഉണ്ണികൃഷ്ണനെ ഇന്ന് ഉച്ചയോടെ പൂന്തുറ സ്റ്റേഷനിലെത്തിക്കും. കമലേശ്വരം ആര്യൻകുഴി ശാന്തി ഗാർഡൻ സോമനനന്ദനത്തിൽ പരേതനായ റിട്ടയർഡ് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ N രാജുവിൻ്റെ ഭാര്യ SL സജിതയും മകൾ ഗ്രീമ S രാജുമാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണനാണ് തങ്ങളുടെ മരണത്തിന് കാരണമെന്ന് കാണിച്ചുള്ള ആത്മഹത്യാക്കുറിപ്പ് പോലീസ് വീട്ടിലെ ഹാളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അമ്പലത്തറ പരവൻകുന്ന് പഴഞ്ചിറ ദേവീക്ഷേത്രത്തിന് സമീപമാണ് ഉണ്ണികൃഷ്ണൻ താമസിക്കുന്നത്. ഉണ്ണികൃഷ്ണന്റെ ബന്ധു 4 ദിവസം മുൻപ് മരിച്ചിരുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് അയർലൻഡിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ എത്തി. ഇതറിഞ്ഞ് ഗ്രീമയും അമ്മ സജിതയും മരണ വീട്ടിലെത്തി ഉണ്ണികൃഷ്ണനെ കണ്ടു. പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച് വീട്ടിൽ വരാൻ ഗ്രീമ ഉണ്ണികൃഷ്ണനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആൾക്കൂട്ടത്തിൽ വെച്ച് ഗ്രീമയും അമ്മയും ഉണ്ണികൃഷ്ണൻ അപമാനിച്ചു. മനോവിഷമത്തിലായ അമ്മ സജിത സ്ഥലത്ത് കുഴഞ്ഞു വീണു. കടുത്ത മാനസികാഘാതത്തോടെയായിരുന്നു ഇവർ തിരികെ കമലേശ്വരം ആര്യൻകുഴിയിലുള്ള വീട്ടിലെത്തിയത്. സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ് കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ആത്മഹത്യാക്കുറിപ്പുകൾ ഗ്രീമ ബന്ധുക്കൾക്ക് പുറമെ ഭർത്താവ് ഉണ്ണികൃഷ്ണനും അയച്ചു കൊടുത്തിരുന്നു. ബുധനാഴ്ച വൈകിട്ടോടെ മുംബൈ വഴി അയർലൻഡിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച ഉണ്ണികൃഷ്ണനെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിനാൽ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെച്ചു. പൂന്തുറയിൽ നിന്നുള്ള പ്രത്യേക പോലീസ് സംഘം മുംബൈയിലെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. മുംബൈയിലെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ശനിയാഴ്ച ഉച്ചയോടെ പൂന്തുറ സ്റ്റേഷനിലെത്തിക്കും. അമ്മയുടെയും മകളുടെയും ആത്മഹത്യയ്ക്കുള്ള പ്രേരണക്കുറ്റത്തിനും ഗാർഹിക പീഡനത്തിനും ഇയാൾക്കെതിരെ കേസെടുക്കുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. എന്തായാലും മുംബൈയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ ഒരു വ്യക്തിയെ ഇയാളെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതുകൊണ്ട് മാത്രമാണ് പ്രതിയെ വേഗത്തിൽ പിടികൂടാനായത്. ഇയാൾ വിദേശത്തേക്ക് കടന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയായിരുന്നു. 200 പവൻ സ്വർണവും വീടും സ്ഥലവും അടക്കം സ്വത്തുക്കൾ നൽകിയാണ് വിവാഹം നടത്തിയതെന്നും സ്ത്രീധനം പോരെന്ന് പറഞ്ഞ് ഗ്രീമയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും ബന്ധുക്കളടക്കം പറഞ്ഞു. വിവാഹം കഴിഞ്ഞ് 25-ാം ദിവസം ഗ്രീമയെ ഇയാൾ ഉപേക്ഷിച്ചു. എന്തായാലും ബന്ധുക്കളൊക്കെ പറയുന്നത് ഈ ഗ്രീമ ഭാഗ്യക്കേടെന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ ഇയാളെ ഗ്രീമയെ സ്ഥിരം കുറ്റപ്പെടുത്തിയിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. കടുത്ത മാനസിക പീഡനം ഈ ഗ്രീമ നേരിട്ടു ഇയാളിൽ നിന്നും എന്നതടക്കമുള്ള വെളിപ്പെടുത്തൽ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അയർലൻഡിൽ PhD വിദ്യാർത്ഥിനിയാണ് ഉണ്ണികൃഷ്ണൻ. ഉന്നത പഠനം പൂർത്തിയാക്കാൻ കഴിയാത്തത് ഗ്രീമയുടെ ഭാഗ്യക്കേട് മൂലമെന്നായിരുന്നു ഇയാളുടെ കുറ്റപ്പെടുത്തൽ. 1 മാസം മുൻപായിരുന്നു കൃഷി ഓഫീസറായിരുന്ന ഗ്രീമയുടെ അച്ഛൻ A രാജീവ് ഹൃദയാഘാതം മൂലം മരിച്ചത്. അച്ഛൻ മരിച്ച സമയത്ത് വീട്ടിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ അപമാനിച്ചതായി ബന്ധുക്കൾ ആരോപിച്ചു. ഉണ്ണികൃഷ്ണനിൽ നിന്നേറ്റ കടുത്ത മാനസിക പീഡനമാണ് ജീവൻ ഒടുക്കുന്നതിലേക്ക് ഗ്രീമയും അമ്മ സജിതയും എത്തിച്ചതെന്നും ബന്ധുക്കൾ കുറ്റപ്പെടുത്തി. ഗ്രീമയുടെയും അമ്മയുടെയും മരണത്തിൽ പൂന്തുറ പോലീസ് ഉണ്ണികൃഷ്ണനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രി മുംബൈ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണനെ പൂന്തുറ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ഇയാളെ ഇന്ന് നാട്ടിലെത്തിക്കും. വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കും. ഗ്രീമയുടെയും അമ്മയുടെയും മരണം വാർത്തയാവുകയും തന്റെ പേര് ഉയർന്നു വരികയും ചെയ്തതോടെ വിദേശത്തേക്ക് കടക്കാനായിരുന്നു ഉണ്ണികൃഷ്ണന്റെ ലക്ഷ്യം. ഇത് മനസ്സിലാക്കിയ പോലീസ് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് വളഞ്ഞിട്ട് പിടികൂടി എന്ന അക്ഷരാർത്ഥത്തിൽ പറയാവുന്നതാണ്. ഇക്കഴിഞ്ഞ 21-നായിരുന്നു ഇരുവരെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പാണ് സംഭവത്തിൽ ഏറെ നിർണായകമായത്. ഒരു പെണ്ണിന്റെ ശാപം വീണതാണ് ഈ സ്വത്തുക്കളെന്നും ഉണ്ണിയും ഉണ്ണിയുടെ സഹോദരന്മാർ ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ ഇടവരരുതെന്നും എൻ്റെ മാമന്മാർ അനുഭവിക്കുന്നതാണ് എനിക്കും എൻ്റെ അമ്മയ്ക്കും സന്തോഷം. ദയവ് ചെയ്ത് ഇത് ആരും അവഗണിക്കരുത്. നിങ്ങൾ എല്ലാവരും കൂടി ദയവായി മുൻകൈ എടുത്തത് നടപ്പാക്കണം. എൻ്റെ അവസാനത്തെ അപേക്ഷയാണെന്ന് പറഞ്ഞായിരുന്നു ഗ്രീമ ഈ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരുന്നത്. താനും മകളും ജീവനൊടുക്കാൻ കാരണം ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കുറിപ്പ്. 6 വർഷത്തോളം മകൾ നേരിട്ടത് കടുത്ത അവഗണനയും മാനസിക പീഡനവുമാണെന്നും സജിത വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.